സ്വർണ്ണവിലയുടെ ചാഞ്ചാട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 97,360 വരെ വന്ന് സ്വർണത്തിന്റെ വില ഏറ്റവും റെക്കോർഡ് ലെവലിൽ എത്തിയിരുന്നു. അങ്ങനെ എത്തിയതിന് ശേഷം പതുക്കെ താഴോട്ട് വന്ന് അത് 90,000 ചുറ്റുവട്ടത്തിലെത്തി. 13-ാം തീയതി എത്രയായിരുന്നു? 92,040 രൂപയായിരുന്നു സ്വർണത്തിന്റെ വില. അവിടെ നിന്നും ഉയർന്നു 93,640 ഇപ്പോ എത്രയായിട്ടുണ്ട് എന്ന് വിപണി ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ വീണ്ടും കയറിക്കൊണ്ടിരിക്കുക. 90,000 എത്തി. അവിടെ നിന്ന് പിന്നെയും പതുക്കെ മുകളിലേക്ക് പോകുന്നു. പക്ഷെ പോകുന്നതിനിടയ്ക്കൊക്കെ താഴെയും പൊങ്ങി. ഇപ്പൊ നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫില് ഇങ്ങനെ പൊങ്ങിയും താണും. പക്ഷെ പോക്ക് തന്നെ മുകളിലേക്കാണ്. ഗ്രാഫ് മുകളിലേക്ക് ഉയരുന്നു, പക്ഷെ എപ്പോഴും താഴേക്ക് പോകുന്ന അങ്ങനെ ഉള്ള ഒരു സിക്സാഗ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കാണിക്കുന്നത് സ്വർണത്തിന്റെ വില ഒട്ടും തന്നെ സ്ഥിരതയിൽ എത്താറായിട്ടില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് പെട്ടെന്ന് സ്വർണത്തിന്റെ വിലയിൽ ഇത്രയും ഒരു കുതിപ്പുണ്ടായത്? അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ആകെപ്പാടെ ആഗോള വിപണി മാന്ദ്യത്തിലായിരുന്നു. അതായത് ട്രംപിന്റെ വ്യാപാര യുദ്ധം ഒരു വശത്ത്, ഷട്ട്ഡൗൺ, അമേരിക്കയിലെ ഷട്ട്ഡൗൺ, അതുപോലെ തന്നെ മറുവശത്ത് ഇതൊക്കെ കാരണം കൊണ്ട് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ, പശ്ചിമേഷ്യ അടങ്ങി പിന്നെ സമാധാനമായി എന്നൊക്കെ നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുകയാണ്. ഗാസയിൽ വീണ്ടും പിന്നെ വെടിയുതിർക്കലല്ല, ബോംബിടല്, ഈ തരത്തില് ആ പശ്ചിമേഷ്യയിലെ സമാധാനം അങ്ങനെ പോകുന്നു. ഒട്ടും ആശ്വാസകരമല്ലാത്ത, സമാധാനപരമല്ലാത്ത ഒരന്തരീക്ഷം അതായിരുന്നു പശ്ചിമേഷ്യയിലുള്ളതാണെങ്കിലും അതുപോലെ വ്യാപാര യുദ്ധത്തിന്റെ കാര്യത്തിൽ ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങളാണെങ്കിലും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. പക്ഷെ ഈ 2-3 ദിവസമായിട്ട് ഒരു ചെറിയ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മളും അമേരിക്കയും തമ്മിൽ 5 വട്ടം മറ്റാണ് വ്യാപാര ചർച്ചകൾ നടത്തിയത്. നമ്മളുമായിട്ട് യുദ്ധോപകരണങ്ങളുടെ മായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. പക്ഷെ ഈ വ്യാപാര കരാർ അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിന്റെ 50% തീരുവ അത് എവിടേക്ക് എത്തിക്കും, അതൊക്കെയായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിലാണെങ്കിൽ നമ്മുടെ ഇറക്കുമതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്തു ഇറക്കുമതി. എങ്കിൽ പോലും അതായത് മറ്റു പല അമേരിക്കൻ വിപണിയിൽ ഉണ്ടായ നഷ്ടം, ആ വിപണിയിൽ ഉണ്ടായ വിടവ് നികത്താൻ വേണ്ടി നമ്മൾ യൂറോപ്പിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും ഒക്കെ എക്സ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്തു. അങ്ങനെ ചെയ്തു. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന അത്ര നമുക്ക് ഈ പറയപ്പെട്ട മറ്റു വിപണികളിലേക്ക് എല്ലാം കൂടി പോലും കയറ്റി അയക്കാൻ പറ്റിയില്ല. കേരളത്തിന്റെ സമുദ്രോൽപ്പന്ന മേഖലയിലാണെങ്കിൽ വൻ തിരിച്ചടി നടന്നു. ഇപ്പൊ അവിടെ അമേരിക്കയിലാണെങ്കിൽ പിന്നെ ക്രിസ്മസ് വിപണി ഉണർന്നു വരുന്ന സമയമാണ്. ക്രിസ്മസ് വിപണി ഉണർന്നു വരുമ്പോൾ നമ്മുടെ ഇവിടുന്ന് ഉള്ള കയർ ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ അവിടെ വിറ്റഴിക്കപ്പെടുന്നതാണ്. അതിനുവേണ്ടി അമേരിക്കയുടെ താല്പര്യം അനുസരിച്ച് തന്നെ കേരളത്തിലെ കയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാറുണ്ട്. മനോഹരമായ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഡിസൈൻസിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഒരു 1.5 മാസം കൊണ്ട് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചാൽ ഇവിടുന്ന് അമേരിക്കയിൽ അത് എത്തൂ. അപ്പോൾ ഇനി 1.5 മാസം കയറ്റി അയച്ചാലും ക്രിസ്മസിന് മുമ്പ് അവിടെ എത്തത്തക്ക രീതിയിലുള്ള കാലഘട്ടം പോലും തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഈ കയറിന്റെ ഉൽപാദന മേഖലയിലുള്ളവരും ഒക്കെ വലിയ സങ്കടത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രംപുമായിട്ടുള്ള ഈ 4-5 വട്ട ചർച്ചകൾ നടന്നു. അതിന്റെയൊക്കെ ഫലമായിട്ട് ട്രംപ് നമ്മുടെ ഇറക്കുമതി തീരുവ ഒരു 20% താഴേക്ക്, 15% എന്നൊക്കെ ഓരോരുത്തർ ഊഹിക്കുന്നുണ്ട്. അത് 20% ചുറ്റുവട്ടത്തിലെങ്കിലും വന്ന് സെറ്റിൽ ചെയ്യും എന്ന് നമ്മളങ്ങ് ഊഹിക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ അത് വലിയ ആശ്വാസമാകും. നമുക്ക് പോയ വിപണികളൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. അത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും എന്ന ഒരു ധാരണ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യ ചൈനയുമായിട്ടുള്ള വ്യാപാര യുദ്ധം, അതിലും ഒരു കടിഞ്ഞാണിടാനാണ് ഉള്ള സാധ്യതയുണ്ട്. അതിലും കുറച്ച് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വ്യാപാര യുദ്ധത്തിന് ഒരു തിരശ്ശീല വീഴും എന്ന് വേണം കരുതാൻ. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ ട്രംപിന്റെ ഒരു സംഭാഷണം, അതായത് പത്രക്കാരുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തില് ലോറ ഇൻഗ്രഹാം എന്ന് പറയുന്ന ഒരു വാർത്താ അവതാരക അവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് $2,000 ആയിരുന്നു
ഇതുവരെയും H1B വിസ H1B വിസയ്ക്ക് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് നാളിതുവരെ $2000 ആയിരുന്നു. അതാണ് ഒറ്റയടിക്ക് കഴിഞ്ഞ മാസം $1,00,000 ട്രംപ് ഉയർത്തിയത്. അപ്പൊ അത് $1,00,000 ഉയർത്തിയത് കൊണ്ട് വിദേശത്ത് നിന്ന് ഇന്ത്യയിൽ നിന്നാണ് 70%-ലേറെ ജോലിക്കാര് അങ്ങനെ H1B വിസയിൽ അമേരിക്കയിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ H1B വിസക്കാരെ ഒരുപാട് പേരെ പുറത്തേക്ക് വിട്ട് അമേരിക്കക്കാരെ തന്നെ എടുക്കുകയാണ്. അമേരിക്കക്കാർക്ക് ഉയർന്ന ശമ്പളവും കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ ജീവിത നിലവാരവും സൗകര്യങ്ങളും ഒക്കെ വർദ്ധിക്കുകയില്ലേ എന്ന് ലോറ ഇൻഗ്രഹാം ചോദിക്കുന്നു. അപ്പോൾ ട്രംപിന്റെ ഉത്തരം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു. അത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് നടക്കുന്ന കാര്യമല്ല. ഈ ഈ H1B വിസയ്ക്ക് $1,00,000 ഫിക്സ് ചെയ്ത ഫീസ് ഒരു പക്ഷേ കുറച്ച് ഇളവ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു ധ്വനിയാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉണ്ടായത്. കാരണം കമ്പനികളെ നമുക്ക് അങ്ങനെ, കോർപ്പറേറ്റുകളെ നമുക്ക് അങ്ങനെ മുൾമുനയിൽ നിർത്താൻ പറ്റില്ല. കാരണം എന്താണ്? ഈ അമേരിക്കയുടെ ആവശ്യത്തിന് അമേരിക്ക താല്പര്യപ്പെടുന്ന തരത്തിലുള്ള എല്ലാ ടെക്നോളജിയും അമേരിക്കയിൽ വളരുന്നില്ല. അമേരിക്കക്കാര് പല ടെക്നോളജിയിലും പുറകോട്ട് നിൽക്കുന്നു. അപ്പൊ അത്തരം പുറകോട്ട് നിൽക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അത്തരം ടെക്നിക്കൽ നോളജ് ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് അത്തരം ടെക്നിക്കൽ നോളജ് ചില ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞ് നോർത്ത് കൊറിയയിൽ നിന്നൊക്കെ വന്ന് അവിടെ ജോലി ചെയ്യുന്നവരെ പറ്റി പറഞ്ഞപ്പോൾ ഹൈലി റിസ്കി ആയിട്ടുള്ള ടെക്നോളജിയാണത്. അപ്പൊ അങ്ങനെയുള്ളതിലേക്കൊക്കെ പോകാൻ അമേരിക്കൻസിന് ഇപ്പൊ താല്പര്യമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തരം ജോലിക്കാരെ H1B വിസയിൽ കൊണ്ടുവന്നേ പറ്റൂ. അതുപോലെ തന്നെ ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന പല ടെക്നോളജിയിൽ വളരെ മുൻപോട്ട് നിൽക്കുന്ന പല മേഖലകളുമുണ്ട്. അപ്പൊ അത്തരം മേഖലകളിലുള്ള ടെക്നീഷ്യൻസിനെ നമുക്ക് H1B വിസ വഴി കൊണ്ടുവന്നേ പറ്റൂ. അതുകൊണ്ട് H1B വിസയുടെ ഫീസിൽ പോലും $1,00,000 എന്നതിന്റെ ആ ലെവലിൽ പോലും വെട്ടിക്കുറയ്ക്കലുകൾ വരുത്താൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം ധ്വനിപ്പിച്ചത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ട്രംപ് കുറച്ചും കൂടി ആലോചനയുള്ളവനായിട്ട്, അതായത് അമേരിക്കയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞ്, മറ്റത് അദ്ദേഹത്തിന്റെ വിചാരധാര കൊണ്ടാണ് അദ്ദേഹം വിചാരിച്ചത്. അദ്ദേഹം ഒരു കുറെ, അതായത് ഇലക്ഷൻ ഇതായിട്ട് ഞാൻ അമേരിക്കയെ വലിയ അമേരിക്കയാക്കും, ഞാൻ അമേരിക്കൻ ഡോളറിനെ ഏറ്റവും വലിയ കറൻസിയാക്കും, അങ്ങനെ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. ആ പ്രഖ്യാപനങ്ങളുടെ പുറകെയായിരുന്നു അദ്ദേഹം ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അമേരിക്കയുടെ ആവശ്യത്തിനോ അനുസരിച്ച് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അമേരിക്കയുടെ ആവശ്യം ടെക്നോളജിക്കലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അമേരിക്ക, ആ അമേരിക്കയെ കടത്തി വെട്ടണമെന്നാണ് ചൈനയുടെയൊക്കെ ആഗ്രഹം. അതും അമേരിക്കയ്ക്ക് അറിയാം. അപ്പൊ എങ്ങനെയാണ് ലോകത്ത് എവിടെയുമുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയെ അമേരിക്കയിലേക്ക് ആവാഹിച്ചെടുക്കുക? ഇതിപ്പോ ട്രംപിനെ സ്വാധീനിക്കാൻ, ഈ ചിന്ത ട്രംപിനെ സ്വാധീനിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ ചിന്ത കൊണ്ട് തന്നെ ട്രംപ് ഈ H1B വിസയുടെ ഫീസിലെ $1,00,000 എന്നുള്ളത് താഴേക്ക് കൊണ്ടുവരും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള അനുകൂല സാഹചര്യങ്ങൾ ആഗോളതലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് കണ്ടാണ് നമ്മുടെ സ്വർണം കൂടുതൽ ഷൈൻ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഈ ഒരു ചുറ്റുവട്ടത്തിലാണ് സ്വർണത്തിന്റെ, അതായത് സ്വർണവും ഓഹരി വിപണിയും, ലുക്കാറ്റ് ഓഹരി വിപണി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓഹരി വിപണി, അതായത് നിഫ്റ്റി, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി ഇതാണ് നിഫ്റ്റിയും, അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE, അതായത് സെൻസെക്സും നിഫ്റ്റിയും രണ്ടും പോസിറ്റീവായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട്. അപ്പൊ ഇത്തരം ശുഭാപ്തി വിശ്വാസങ്ങൾ ഉടലെടുത്തു തുടങ്ങിയതോടെ നമ്മുടെ വിപണിയില്, അതായത് എല്ലാ ഓഹരി വിപണിയിൽ ഉണർവ് കണ്ടു. ഓഹരി വിപണിയിൽ ഉണർവുണ്ട്. അമേരിക്കൻ ഡോളറിന്റെ മൂല്യത്തിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അമേരിക്ക മര്യാദയിലേക്ക് വരുന്നു, മര്യാദയുടെ പാതയിലേക്ക്, ലോകരാജ്യങ്ങളോട് മര്യാദയുടെ പാതയിലേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ നല്ല ശകുനങ്ങളായിട്ടാണ് സ്വർണ്ണ വിപണി കാണുന്നത്. അതുകൊണ്ട് സ്വർണം കൂടുതൽ ഷൈൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോ. അങ്ങനെ പക്ഷേ കൂടുതൽ സ്വർണം ഷൈൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നോക്കൂ, വേൾഡ് ആകെ വ്യാപാര മേഖലയും എല്ലാം കുറച്ച് സ്റ്റെബിലൈസ് ചെയ്യും. അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത്, അതായത് ചാഞ്ചാട്ടങ്ങളില്ലാത്ത ദൃഢമായിട്ട്, അതായത് നമുക്ക് ധൈര്യത്തോടെ മുമ്പോട്ട് പോകുന്ന ഒരു ഇൻവെസ്റ്റർക്ക് ധൈര്യത്തോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞാല് കൂടുതൽ ആദായകരമായ രീതിയിൽ ഈ പണം എടുത്തവര് സ്റ്റോക്ക് മാർക്കറ്റ് വഴിയോ അല്ലെങ്കിൽ അവര് ഡോളറിലോ ഇൻവെസ്റ്റ് ചെയ്യാം.
സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം. അങ്ങനെ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഡോളറിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്വർണത്തിന്റെ വില പതുക്കെ താഴാൻ തുടങ്ങും. അപ്പൊ നല്ല സമാധാന അന്തരീക്ഷം ഉണ്ടായാൽ സ്വർണത്തിന്റെ വില പതുക്കെ അതായത് മറ്റ് മൂല്യങ്ങൾ, അത് ഓഹരി വിപണി ഉണരും. അതുപോലെ ഡോളറും മറ്റ് ഫോറിൻ കറൻസീസും ഒക്കെ പതുക്കെ ഉയരാൻ തുടങ്ങും. അങ്ങനെ ഉയരാൻ തുടങ്ങുമ്പോഴത്തേനും സ്വർണത്തിന്റെ വില പതുക്കെ താഴ്ന്ന് ഒരു ലെവലിൽ, അതായത് ഒരു 60,000 ഒക്കെ ചുറ്റുവട്ടത്തിലേക്ക് വരുമെന്ന് വേണം ഇതുവരെയുള്ള സ്വർണത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇനി അപ്രതീക്ഷിതമായിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പൊ പോകുന്ന റേറ്റിലാണെങ്കിൽ സ്വർണത്തിന്റെ വില കുറച്ച്, അതായത് ട്രംപ് വ്യാപാര യുദ്ധം അവസാനിപ്പിച്ച് ഇപ്പോൾ ഇന്നലത്തോടു കൂടിയിട്ട് അവിടുത്തെ ഷട്ട് ഡൗൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഷട്ട് ഡൗൺ തീർന്നിട്ടുണ്ട്. ഷട്ട് ഡൗൺ തീർന്നതുകൊണ്ട് ഇനി ഒരു പക്ഷേ അവിടെയും ഇതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഫെഡറൽ റിസർവ് സിസ്റ്റം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചേക്കാം. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരുന്നു. എന്തായാലും തൽക്കാലം സ്വർണത്തിന്റെ വിലയിൽ ഈ ചാഞ്ചാട്ടം തുടരും. ഇനിയും ചിലപ്പോൾ ഇത്തിരി മുകളിലേക്ക് പോയേക്കാം. പക്ഷെ ട്രംപ് വ്യാപാര യുദ്ധം അവസാനിപ്പിക്കുന്നതോടെ കരാറൊക്കെ ഒരുമാതിരി സ്ഥിരമായ രീതിയിൽ ഒപ്പിടുന്നതോടുകൂടി പിന്നെ ചാഞ്ചാട്ടമൊക്കെ മാറും, വിപണി സ്റ്റേബിൾ ആകും. അങ്ങനെ വിപണി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ സ്വർണത്തിന്റെ വില താഴേക്ക് തന്നെ കുറച്ച് വരാനാണ് സാധ്യത.